അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ പോരാടുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കാന്. അവർക്ക് ഈ മാർഗത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരി, അവരൊരിക്കലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അവരെന്നും സന്നദ്ധരായിരിക്കും. അവർ മടി കാണിക്കുന്ന പ്രശ്നമില്ല. പ്രിയമുള്ളവർ, ഈ ആയത്ത് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അളക്ക്. ഫലസ്തീനികൾ വാസ്തവത്തിൽ ഇതിന്റെ നേർ സാക്ഷാത്കാരമായി കൊണ്ടല്ലേ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 3/4 നൂറ്റാണ്ട് കാലമായി പശ്ചിമേഷ്യയുടെ കണ്ണീർ കലമായി ഫലസ്തീൻ നിലകൊള്ളുന്നു. ഗസക്കാർക്കെതിരെ ഇസ്രായേൽ എന്ന നെറികെട്ട സമൂഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യക്കുരുതിയാണ്. നീതിയുടെ നെഞ്ചിലേക്കാണ് അവർ നിറയിക്കുന്നത്. ഒരു അധിനിവേശ ശക്തി സാധാരണ മനുഷ്യർക്ക് നേരെ അയച്ചുവിട്ട സായുധാക്രമണങ്ങൾക്ക് മുമ്പിൽ ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രങ്ങളും സ്തംഭിച്ചു നിൽക്കുകയാണ്. ക്രൂരത വർദ്ധിച്ച് നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ആ സമൂഹം ഒരു സൈനിക മുന്നേറ്റത്തിന് തയ്യാറായി. തൂഫാൻ അൽ അഖ്സ എന്ന പേരിൽ നമ്മൾ ഷഹാദത്ത് വരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എത്രമാത്രം ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ നരനായാട്ടം നടത്തിയ ഇസ്രായേൽ സുഖസുന്ദരമായ ഭാവി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരറിയേണ്ടതുണ്ട്, മുസ്ലിമീങ്ങൾ യഹൂദികളുമായി യുദ്ധം ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ആദ്യത്തെ സേനാനായകനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷഹീദായപ്പോൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഷഹീദായപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പടനായകനായി. 3 പേരും ഷഹീദായപ്പോൾ അവസാനമായി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി മൂത്ത യുദ്ധം വിജയിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ഖാലിദിനെ ആയിരിക്കാം ചിലപ്പോൾ ഫലസ്തീനികൾ കാത്തിരിക്കുന്നത്.